PV അൻവർ നിലമ്പൂർ നിയമസഭാംഗത്വം രാജിവെച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. അങ്ങനെ ദിവസങ്ങൾ നീണ്ട ചർച്ചകൾ, അഭ്യൂഹങ്ങൾ അതിൽ അവസാനമിടുന്നു. PV അൻവർ MLA എന്ന് ഇനി മാറ്റിയെഴുതാം. PV അൻവർ എന്നത് മാത്രമാണ്. MLA സ്ഥാനം രാജിവെക്കുകയാണ്. തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ എന്ന പദവിയിലേക്കായിരിക്കും ഒരുപക്ഷെ അടുത്തതായി അദ്ദേഹം രംഗപ്രവേശനം ചെയ്യുക. കേരളത്തിൽ വേരോട്ടമുള്ള പാർട്ടിയായി തൃണമൂൽ കോൺഗ്രസിനെ മാറ്റിയെടുക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം കൊൽക്കത്തയിൽ നിന്ന് നമ്മളോട് ഫോണിൽ സംസാരിച്ചപ്പോൾ പ്രതീക്ഷ പ്രകടിപ്പിച്ചത്. തൃണമൂൽ കോൺഗ്രസിന്റെ വലിയ പിന്തുണയുണ്ട്. CPM-നെതിരെ ശക്തമായി നിൽക്കുന്ന ഒരു പാർട്ടി എന്ന നിലയ്ക്കാണ് താൻ തൃണമൂൽ കോൺഗ്രസിലേക്ക് അടുത്തത് എന്നാണ് അൻവറിന്റെ പക്ഷം. PV അൻവർ MLA സ്ഥാനം രാജിവെച്ചിരിക്കുന്നു പ്രശാന്ത്. അതായത് 15ാം കേരള നിയമസഭയുടെ 13ാമത്തെ സമ്മേളനം അല്പദിവസത്തിനകം ചേരാനിരിക്കെ ഇതാ PV അൻവർ രാജിവെച്ചിരിക്കുന്നു. പ്രശാന്തും ഒപ്പം തന്നെ സ്റ്റെഫിനും നമ്മുടെ ഒപ്പം ഉണ്ട്. പ്രശാന്തിലേക്ക് തന്നെയാണ്. പ്രശാന്ത്, ഇതാ 15ാം കേരള നിയമസഭയുടെ 13ാമത്തെ സമ്മേളനം വരാനിരിക്കുകയാണ് അടുത്ത ദിവസങ്ങൾ. അപ്പോൾ തന്നെ നിലമ്പൂർ MLA എന്ന സ്ഥാനം ഒഴിഞ്ഞിട്ട് അദ്ദേഹം നിയമസഭയിൽ നിറങ്ങുന്നു. മുമ്പും അത്ര കൃത്യമായി അറ്റൻഡൻസ് ഉള്ള ആളായിരുന്നില്ല PV അൻവർ, അല്ലേ? അതെ മാർഷൽ, MLA ആയി അകത്തേക്ക് പോയ PV അൻവർ അല്പസമയത്തിനകം MLA അല്ലാത്ത PV അൻവറായി തിരികെ എത്തും. അദ്ദേഹം രാജിക്കത്ത് സമർപ്പിച്ചിട്ടുണ്ട്. PV അൻവർ ഇനി മുതൽ നിയമസഭാ അംഗമല്ല. നിലമ്പൂർ നിയമസഭാ സീറ്റിൽ ഒഴിവ് വന്നിരിക്കുന്നു എന്ന ഒരു പുതിയ സാഹചര്യമാണ് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഒപ്പം തന്നെ അല്പസമയത്തിനകം തന്നെ അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തി താൻ പുതിയൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കാൻ പോകുന്നു എന്ന കാര്യത്തിൽ ഒരു പ്രഖ്യാപനവും നടത്തി. ഏതായാലും അൻവർ അല്പസമയത്തിനകം തന്നെ നമ്മൾ നിൽക്കുന്ന ഈ കവാടത്തിലൂടെ പുറത്തേക്ക് വരും. അദ്ദേഹം രാജിക്കത്ത് സമർപ്പിച്ച കാര്യം അദ്ദേഹം വിശദീകരിക്കും. ഏതായാലും സ്പീക്കറുമായുള്ള ഒരു കൂടിക്കാഴ്ച ഏകദേശം 10 മിനിറ്റ് മാത്രമാണ് നീണ്ടത്. സ്പീക്കറെ വന്ന് കണ്ട ഉടൻ തന്നെ അദ്ദേഹം രാജിക്കത്ത് സമർപ്പിച്ചു. അതിനുശേഷമുള്ള ഒരു ചെറിയൊരു സംഭാഷണമായിരിക്കാം ഇപ്പോൾ അകത്ത് നടക്കുന്നത്. ഏതായാലും അതിനുശേഷം അദ്ദേഹം പുറത്തേക്ക് വരും. നിലമ്പൂർ നിയമസഭാ അംഗത്വം രാജിവെച്ചുകൊണ്ട് PV അൻവർ ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. ഇടതുമുന്നണിയുമായി തെറ്റിപ്പിരിഞ്ഞ് ഇടത് സ്വതന്ത്രനായി വിജയിച്ച PV അൻവർ ഇനി മുതൽ നിയമസഭാ അംഗമല്ലാതായി മാറിയിരിക്കുന്നു. അൻവർ ഇപ്പോൾ പുറത്തേക്ക് വരുന്നു. ഒപ്പം അദ്ദേഹം രൂപീകരിച്ച DMK-യുടെ കോർഡിനേറ്റർ മനോജ് അടക്കമുള്ളവരുണ്ട്. ഇപ്പോൾ അൻവർ മാധ്യമങ്ങളെ ഇവിടെ വെച്ച് കാണും. അതിനുശേഷമായിരിക്കും അദ്ദേഹം കൂടുതൽ വാർത്താ സമ്മേളനം. ഇപ്പൊ MLA സ്ഥാനം രാജിവെച്ചതിന് ശേഷം നിയമസഭയ്ക്ക് പുറത്തേക്ക് വരുന്നത് കാണുന്നത്. അദ്ദേഹം വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട് എന്നതിനാൽ തന്നെ ഇപ്പോൾ മാധ്യമങ്ങളുടെ കാര്യമായി പ്രതികരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല.